ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ ഇതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് നൂലപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതിലേക്ക് ചെറുപഴം കൂട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നൂലപ്പൊക്കെ കഴിക്കുന്നത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെയും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഒരു ട്രിപ്പ് നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇന്ന് കേങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതൊരു കൂട്ടാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അവർക്ക് ആകെ പറ്റുന്നത് ഈ സോയാബീൻ, അതുപോലെ കോളിഫ്ലവർ, കേങ്ങ് ഇത് മാത്രമാണ് കേട്ടോ അവർക്ക് പറ്റുക. അല്ലാതെ ഉപ്പേരി കാര്യങ്ങളൊന്നും അവർ കൊണ്ടുപോകില്ല. പിന്നെ ഇതാ ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ചോറ് തിളച്ച് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ റിതുവിന് സ്കൂൾ കൊണ്ടുപോകാനുള്ള ചോറ് അവൻ്റെ ചോറ്റുപാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് എക്സാം ഉച്ചവരെ ആണെങ്കിലും അവർക്ക് ആനുവൽ ഡേ ഭാഗമായിട്ട് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ചോറൊക്കെ കൊണ്ടുപോകണം. നിബുവിന് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവൾക്ക് ഉച്ചവരെ ഉള്ളൂ കേട്ടോ എക്സാം. അത് കഴിഞ്ഞാൽ പിന്നെ വിടും. പിന്നെ അപ്പോൾ ഇതാ അവൾ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഞാൻ മുടി കെട്ടി കൊടുക്കാറുള്ളൂ കേട്ടോ. അല്ലാത്ത എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഇതാ റിതു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളിത് ഇവിടെ എക്സാം ആണെങ്കിലും കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അവളോട് ഞാൻ ഇപ്പോൾ വണ്ടി വരും പൊയ്ക്കോ എന്ന് പറയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ അവളും കുറേ പറഞ്ഞ് അവളും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവർ രണ്ടുപേരും പോയതിന് ശേഷം ഞാനിതാ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ബീട്രൂട്ടും ക്യാരറ്റും ഉണ്ടായിരുന്നല്ലോ, അതൊരു ഉപ്പേരിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു മത്തൻ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അത് കറി വെക്കാമെന്ന് വിചാരിച്ച് അതും കുക്കറിലാക്കി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മീനൊക്കെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാല കൂട്ടി അതും ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ മറ്റേ അടുപ്പത്ത് അപ്പോഴേക്കും നമ്മുടെ മത്തൻ കറി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് താളിച്ചെടുത്തു. അങ്ങനെ ഇതാ ഉച്ചക്കത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അടുക്കളയുടെ കോലാണ് കേട്ടോ ഇത്. കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിങ്കിൽ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അങ്ങനെ ഇതാ അടുക്കളൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ മോറി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.